സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ മണിക്കൂറുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, CMRL കമ്പനിയുടെ മേലുള്ള ED അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ ഓർഡർ നൽകിയിട്ടില്ല. EDക്ക് നിരുപാധികം ഈ പറയുന്ന CMRL കമ്പനിയുടെ മേലുള്ള ED അന്വേഷണം തുടരാം. സ്റ്റേ ഓർഡർ വന്നിട്ടില്ല. സർ, ഈ സ്റ്റേ ഓർഡർ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചാണ് ഈ സ്റ്റേ ഓർഡർ വേണ്ട, നിങ്ങൾക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. സർ, ഇതിൽ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇത് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഈ ED അന്വേഷണത്തിലൂടെ CMRL കമ്പനിയുടെ ഈ സാമ്പത്തിക ഇടപാട് കേസിലൂടെ ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഈ അന്വേഷണം വേണമെങ്കിൽ ഇന്ന് തന്നെ വാദം പൂർത്തിയാക്കാം എന്ന് വേണമെങ്കിലും കോടതി പറയുന്നുണ്ട്. ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും വലിയ കോളിളക്കം ഉണ്ടാക്കും അയ്യപ്പദാസ്, വലിയ കോളിളക്കം ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ വളരെ പ്രമുഖരായ നേതാക്കന്മാരാണ്. അയ്യപ്പദാസ് അന്ന് പറഞ്ഞില്ലേ, അന്ന് കരിമണൽ ഇതിന്റെ ഉടമസ്ഥൻ, കമ്പനിയുടെ CMR ഉടമസ്ഥൻ ആയിട്ടുള്ള ഇതിന് കരിമണൽ കർത്തായുടെ ഡയറിക്കകത്തില് ഏതാണ്ട് 500-700 പേജുള്ള ഡയറിയാണ്. ആ ഡയറിക്കകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം സംഭാവന കൊടുത്ത ആളുകളുടെ എല്ലാം പേരുകൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇനീഷ്യലിലാണ് എഴുതിയിരിക്കുന്നത്. PV എന്ന് പറഞ്ഞ് PV അത് പിണറായി വിജയനാണെന്നാണ് ഒരു രണ്ടാമത് അന്വേഷണം നടന്ന SFI റിപ്പോർട്ടിനകത്തിൽ പറയുന്നത്. ചില ഭാഗങ്ങളിൽ അത് പിണറായി വിജയൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ മകളാണല്ലോ, എക്സാലോജിക് കമ്പനിയുടെ പേരില് ഇദ്ദേഹത്തിന്റെ മകളാണ് ആദ്യം ഇവിടെ നിന്ന് 1.72 കോടി രൂപയും പിന്നീട് 2 തവണ അവരുടെ NBFCയിൽ നിന്നടക്കം മൊത്തത്തിൽ ഏതാണ്ട് 2.78 കോടി രൂപയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതിനുശേഷം SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവര് നടത്തിയ കോർപ്പറേറ്റ് അഴിമതി അവര് നടത്തിയ അന്വേഷണം, അത് നടത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടത്തിയ. അതിനകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ വീണ വിജയൻ എന്ന് പറയുന്ന ആള്, അവർ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു IT കമ്പനി ബാംഗ്ലൂരിൽ നടത്തിയിരുന്നു. അവര് ഈ CMRLന് ചില സേവനങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആ സേവനങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എന്താണെന്ന് വ്യക്തമാക്കാൻ ഈ കമ്പനിക്കോ ഇത് കൊടുത്തെന്ന് പറയുന്ന എക്സാലോജിക് കമ്പനിക്കോ കഴിയുന്നില്ല. എക്സാലോജിക് കമ്പനി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ നടത്തിയിരുന്ന കമ്പനിയാണത്. അപ്പൊ വെറുതെ ഇവർക്ക് ഇത്രയും തുക കൊടുത്തത് എന്തിന്? ഇത്രയും 2.728 കോടി രൂപ ഇവർക്ക് എന്തിനു കൊടുത്തു? അതാണ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത് എഴുതുന്ന വിശദീകരണത്തിനകത്ത് PV എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അന്നത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ മകൾക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നൊക്കെയാണ് ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആ SFIയുടെ ചാർജ് ഷീറ്റ് പ്രകാരമാണ് അന്വേഷണം വന്നത്. പക്ഷേ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനായിട്ടായിരിക്കാം ഇവിടുന്ന് CMRL വീണ്ടും തടസ്സ ഹർജി കൊടുത്തു. അവര് സ്റ്റേ വാങ്ങിച്ചു. അപ്പൊ സ്റ്റേ വാങ്ങിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് SFI അന്വേഷണം തുടർന്ന് EDക്ക് ഈ കേസ് അന്വേഷിക്കാമെന്നൊരു നീക്കം വന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ കർത്താവ് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് 40 കോടിയോളം രൂപയാണ് അദ്ദേഹം പല ആളുകൾക്കായിട്ട്, പല രാഷ്ട്രീയക്കാർക്കായിട്ട് വിധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുപാട് ആളുകളുടെ പേരുണ്ട്. ചിലതൊക്കെ ഷോർട്ട് ഫോമിലാണ്, RC എന്ന് എഴുതിയിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണെന്ന് പറയുന്നു, പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയുന്നത്, ഇബ്രാഹിം കുഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാര്, BJP കോൺഗ്രസ്സുകാർ, UDFകാർ മാത്രമല്ല, BJPക്കാരുണ്ട്, പത്രമാധ്യമങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരും ഉണ്ടെന്നാണ് പറയുന്നത്. VD സതീശൻ 5 ലക്ഷം എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ധാരാളം ആളുകൾ ഇങ്ങനെ സംഭാവന വാങ്ങിച്ചതാണ്ട് കറുത്ത ഡയറിക്കകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഡയറി കുറിപ്പുകൾ നമ്മൾ കൊണ്ടുപോകത്തില്ലേ, നെഹ്റുവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു അച്ഛൻ മകൾക്ക് അയച്ച ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞതുപോലെ വലിയൊരു ഡയറി കുറിപ്പാണ്. 500-700 പേജ് ഉണ്ടെന്നാണ് അത് പറയുന്നത്. ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയ പേരുകളാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്, അമ്പ് കൊള്ളാത്തവരില്ല എന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്നത്. പക്ഷെ ഒന്നാം കേസായിട്ട് ഇപ്പൊ എടുത്തിരിക്കുന്നത്, ED എടുത്തിരിക്കുന്ന ആദ്യത്തെ കേസിൽ വന്നിരിക്കുന്നത് വീണ വിജയനാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകളാണ്. അവർക്കെതിരെ കേസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ?
എന്തിനാണ് ഒരു സേവനവും ചെയ്യാതെ ഒരാൾക്ക് ഇത്രയും വലിയ കോടികൾ രൂപ കൊടുത്തിരിക്കുന്നു? കൊടുത്താൽ ഡിജിറ്റലാണ് കേട്ടോ. ഈ കേസിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വീണ വിജയൻ മാത്രമാണ് ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതായത് അതിന്റെ റെക്കോർഡുണ്ട്, ഇത്ര രൂപ വാങ്ങിച്ചതായിട്ട് ഡിജിറ്റലായിട്ട് തെളിവുണ്ട് അതിന്. മറ്റുള്ളവരൊക്കെ മേടിച്ചിരിക്കുന്നത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കർത്താവ് തന്നെ വെളിപ്പെടുത്തേണ്ടി വരും ഇവരൊക്കെ എങ്ങനെയാ മേടിച്ചതെന്നുള്ളത്. പക്ഷേ ചിലരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ചില നേതാക്കന്മാർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് മേടിച്ച സംഭാവനയാണെന്നാണ് അവർ പറയുന്നത്. 40 ലക്ഷം 50 ലക്ഷം ഒക്കെ വീതമാണ് പലരും മേടിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും അതിന് രേഖ കാണണം. അതേപോലെ ഈ എമൗണ്ട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലും വരണം. ഇപ്പൊ അയ്യപ്പദാസിന് 50 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, കർത്താവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അയ്യപ്പദാസ് മത്സരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന് കൊടുക്കേണ്ട രേഖയ്ക്കകത്ത് വരവിനകത്ത് കാണിച്ചിരിക്കണം. പക്ഷെ പലരും കാണിച്ചിട്ടില്ല. അപ്പോഴേ എന്താണ് ആ പണം എങ്ങോട്ട് പോയിരിക്കുന്നു? ഇവരൊക്കെ ഈ RCയും PKയും ഒക്കെ മേടിച്ചിരിക്കുന്ന പൈസ എങ്ങോട്ട് പോയിരിക്കുന്നു? അതും സംശയാസ്പദമാണ്. പക്ഷെ ആ സ്റ്റേജിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. UDF നേതാക്കന്മാരിലേക്കൊന്നും ഇപ്പൊ അന്വേഷണം വന്നിട്ടില്ല. ഇപ്പോഴും വീണ വിജയനെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഇത് ഡിജിറ്റലാണ്, തെളിവുള്ളത് കൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അത് ആദ്യം സ്റ്റേ മേടിച്ചു, CMRൽ അതിന് സ്റ്റേ മേടിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി അനുവദിച്ചു. തീർച്ചയായിട്ടും EDക്ക് അന്വേഷിക്കാം, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, ഇതിനകത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് അവർ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും അവരോടൊപ്പമാണ് താമസിക്കുന്നത്. അപ്പൊ വീണ വിജയനെ അന്വേഷിച്ചാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ED ചെന്ന് തെളിവെടുത്തു. പക്ഷെ തെളിവെടുത്തേച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെന്താ സംഭവിച്ചത്? ഇല്ലേ, പല സ്ഥലങ്ങളിലെ 12 സ്ഥലങ്ങളിൽ അവർ തെളിവെടുത്തെങ്കിലും തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ED സംഘത്തെ അവരെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തണം. ആ ജഡ്ജിയുടെ പറഞ്ഞില്ലേ, ആ ജാമ്യം കേട്ട ജഡ്ജി എന്താണ് പറഞ്ഞത്? SFI, DYFI, അതേപോലെ തന്നെ CITU അത്തരത്തിലുള്ള സംഘങ്ങൾ ചേർന്നിട്ടാണ് അവരെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. വധശ്രമമാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോടതി ഒരു കാര്യം പറയുന്നത്, ഒരു ദേശീയ ഏജൻസി അങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമായിട്ട് വരെ കണക്കാക്കാമെന്നാണ് ആ വിധിന്യായത്തിൽ പറയുന്നത്. നോക്കുക, കേസിന്റെ ഗൗരവം നോക്കിയേ. നമ്മുടെ ആളുകളൊക്കെ സഹാക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ എത്ര കോടതി കണ്ടിട്ടുണ്ട്, കേസ് കണ്ടിട്ടുണ്ട്, മറ്റേത് എത്ര കുളം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലെയുള്ള മറ്റുള്ള കാഷ്വൽ വർത്താനമൊക്കെയാ പറഞ്ഞത്. പക്ഷെ സംഭവം വളരെ ഗൗരവമാണ്. ഈ കേസ് ഇപ്പൊ തിരുവനന്തപുരത്ത് ആ ED ആക്രമിച്ച കേസ് ഏത് രീതിയിൽ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ NIA വരുന്നെന്നാണ് കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ CBIയോ NIO കേസ് ഏറ്റെടുക്കും. രാജ്യദ്രോഹമാണെങ്കിൽ അവർ ഏറ്റെടുക്കും. ഇപ്പൊ ഏതാണ്ട് 20ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. ചിലരെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ഏത് ജയിലിലേക്ക് പോകും? തീഹാർ ജയിലിൽ ജീവിതകാലം മുഴുവൻ ആഹാരം അവിടുത്തെ ഉണ്ടേ കഴിച്ചു കഴിയാനുള്ള ഒരു യോഗമാണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അത്ര വലിയ ഗുരുതരമായ പ്രശ്നമാണ് അന്ന് ഉണ്ടാക്കിയത്. അതേ തുടർന്നാണ് വീണ്ടും ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് വീണ്ടും വെള്ളിയാഴ്ച തന്നെ വീണ്ടും ഹർജി കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പൊ ഇന്ന് രാവിലെ ഹൈക്കോടതി ഹർജി എടുത്തു കഴിഞ്ഞപ്പോൾ CMRL ആണ് കൊടുത്തിരിക്കുന്നത്. CMRL ഹർജി കൊടുത്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അത് ദേവസ്വം ബെഞ്ചിന് കൂടുതൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ്, അദ്ദേഹമാണ് ബെഞ്ചിലെ ഒരംഗം. അദ്ദേഹം പറഞ്ഞത് ഇത് സ്റ്റേ ഒരു കാരണവശാലും ഒഴിവാക്കാനൊക്കത്തില്ല, സ്റ്റേ ചെയ്യല്ലേ എന്നുള്ളത്. അത് EDക്ക് അന്വേഷണം തുടരാം. EDയുടെ അവര് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നത്? ED അന്വേഷിക്കട്ടെ. വല്ല തെളിവുണ്ടെങ്കിലല്ലേ അവര് നിങ്ങളെ പിടിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ CMRൽ ഇതിനകത്ത് എന്തിനാണ് അനാവശ്യമായ ധൃതി കാണിക്കുന്നത്? അന്വേഷണം നടക്കട്ടെ, അവരുടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറി. അതാണ് അയ്യപ്പദാസ് ചോദിച്ചതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ വീണ വിജയന് നോട്ടീസ് ഇനിയും വീണ വിജയന്റെ നോട്ടീസ് വരാം. അവരുടെ ആവശ്യത്തിനുള്ള മൊഴികളെല്ലാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ SFIയുടെ റിപ്പോർട്ടുകളും അവർക്കെതിരായിട്ടാണ്, പല പരാമർശങ്ങളും അവർക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ അറിയാൻ കഴിഞ്ഞത്. അവർക്കെതിരെ 12ഓളം വരുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് SFI ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യാം. ഒരു പക്ഷെങ്കിൽ ഇപ്പം പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ വെച്ചായിരിക്കണമെന്നില്ല. അവർക്ക് EDക്ക് കസ്റ്റഡിയിൽ എടുക്കാം. EDക്ക് കസ്റ്റഡിയിൽ എടുത്ത് തന്നെ ചോദ്യം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്.
ഇനി അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആരും കയറി തടയാൻ ചെല്ലുമെന്നും തോന്നുന്നില്ല. കാരണം ഒരനുഭവജനം നിൽക്കുന്നത് കൊണ്ട് പഴയതുപോലെ ആളുകളെ ഒന്നും ഉപയോഗിച്ച് പാർട്ടിക്കാരെ വെച്ച് തടയാൻ എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. കാരണം അത് വളരെ ഗുരുതരമായ കുറ്റമായിട്ട് മാറുകയാണ്. ഇപ്പം തടയാൻ പോയുള്ള അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന മകളാണ് കസ്റ്റഡിയിലേക്ക് പോകുന്നത്. പക്ഷെ ഈ മകൾക്ക് എന്തിനാണ് പണം കൊടുത്തത്? അതാണ് ഇപ്പൊ ചോദ്യം വരുന്നത്. അപ്പോ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് കേരളത്തിൽ സാധ്യത ഉണ്ട് എന്ന്, അതായത് പതിയെ ആദ്യം വീണ വിജയൻ, അത് കഴിഞ്ഞ് അവരുടെ അച്ഛൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, പിന്നീട് കോൺഗ്രസിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാർ. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ആഗ്രഹം, അതായത് കേരളത്തിൽ എങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടാക്കണം എന്ന് BJP നോക്കിയിരിക്കുകയല്ലേ സാർ? അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടൊരു ആയുധമാക്കി, കാര്യം BJPയുടെ സംസ്ഥാന നേതാവും കാശ് വാങ്ങിയതായി പറയുന്നുണ്ട്, അത് ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തീർക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണോ സാർ? തീർച്ചയായിട്ടും. സംസ്ഥാന നേതാവ് ഇപ്പോഴത്തെ നേതാവല്ല കെ മുരളീധരൻ. പഴയ പ്രസിഡന്റിന്റെയും കെ മുരളീധരൻ, കെ സുരേന്ദ്രൻ ഇവരുടെയൊക്കെ പേരുകൾ ഇതിനകത്തിലുണ്ടെന്നാണ്, ഈ ഡയറിയിലുണ്ടെന്നാണ് പറയുന്നത്. കൊടുത്ത റിപ്പോർട്ടുകളിലാണ്, പിന്നെ കോടതിയിൽ വന്ന റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. അവരൊക്കെ ചെറിയ തുകകളൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്, 5 ലക്ഷമോ അങ്ങനെയൊക്കെയുള്ള തുകകളൊക്കെയാണ് മേടിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാവരും ഉണ്ട് അയ്യപ്പദാസേ, എല്ലാവരും ഉണ്ട്. പക്ഷെ BJP ഒരു അവസരമാക്കെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം പ്രൂഫായിട്ട് കാണിച്ചിരിക്കണം. ഈ നേതാക്കന്മാർ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ മറ്റവരൊക്കെ വലിയ തുകകളാണ്. ഇപ്പൊ OC, RC, അവർ PK അവരുടെയൊക്കെ പേരിൽ 50 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇതിന്റെ രേഖകൾ എങ്ങനെ കാണിക്കും? ഇതിന് തെളിവുകളിനകത്ത് ഇത് കാണിക്കേണ്ടി വരും. ചെറിയ തുകകൾ 5 ലക്ഷം അതിൽ താഴെ. ഇപ്പൊ നമുക്കൊരു അറിയാമല്ലോ, നമ്മൾ കയ്യിൽ മേടിക്കാവുന്ന തുക പരമാവധി എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. ഒരാൾക്ക് ക്യാഷായിട്ട് മേടിക്കാൻ പറ്റുന്ന 20,000 രൂപയാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചത്? അതിന്റെ പ്രൂഫ് എന്ത് ചെയ്യും? ഇവരിത് എന്ത് ചെയ്തു? ഏത് അക്കൗണ്ടിൽ കാണിച്ചു? ഇതിന് നേതാക്കന്മാരെല്ലാം മറുപടി പറയേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒന്നാം ഘട്ടമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ മന്ത്രിസഭയിലെ മുമ്പ് അയ്യപ്പദാസ് പറഞ്ഞത് ശരിയാണ്. ഈ കേസിനകത്തിലെ ലിസ്റ്റിൽ വരുന്നത് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു 4-5 പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇതിനകത്ത് കേസിൽ വരികയാണ്. അപ്പൊ അവരിലേക്ക് അന്വേഷണം വരുമോ? അന്വേഷണം നീളുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. അവര് തെളിവ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഒന്നാം ഘട്ടത്തിൽ ഒരു പക്ഷെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്ത ശേഷം സെക്കൻഡ് സ്റ്റേജിൽ UDF-ലേക്ക് കേസ് അന്വേഷണം വരാവുന്നതാണ്. കാരണം അങ്ങനെ അത് കേസ് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് കേസ് അന്വേഷിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ട് കേസ് അന്വേഷണം നിലനിർത്താൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരിലേക്കും അന്വേഷണം വരും. ഒരു വലിയ ഭൂകമ്പം സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. സാർ, ഈ CMRL കമ്പനിയെ പോലെ ഒരു വലിയ വ്യാവസായിക, അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കൂടെയാണ് അദ്ദേഹത്തിന്റെ. ഈ ധാതു ഖനനം എന്ന് പറയുന്നത് ശരിക്കും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നൊരു വിഷയം കൂടെയാണ്. അതിന് ഈ പറയുന്ന അനുമതി നൽകിയത് മുതൽ അദ്ദേഹത്തിന്റെ ഈ പണം വരെ കൈപ്പറ്റുന്നതിലേക്കൊക്കെ ഈ നേതാക്കൾ ഇടപെടുന്നത് ഒക്കെ തന്നെ സാമൂഹികമായും ഈ പൊതുസമൂഹത്തിനിടയിലും വൻ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കല്ലേ ഈ കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന രീതിയിൽ എല്ലാ തരത്തിലും പാരിസ്ഥിതിക പ്രശ്നം അല്ലാതെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പൊതുസമൂഹം ശരിക്കും ഈ കേസിൽ ഇടപെടുന്ന രീതിയിലേക്കൊക്കെ പോകും അല്ലേ സാർ? ഈ കാര്യം ഇങ്ങനെ പതിയെ നോക്കുമ്പോൾ അപൂർവത്താണ്. നമ്മുടെ കടൽ തീരത്തുള്ള അപൂർവ സമ്പത്ത്. നമ്മുടെ കടൽത്തീരത്തുള്ള കൊല്ലം മുതലേ കൊച്ചി വരെയുള്ള കടൽത്തീരത്തുള്ള അപൂർവ സമ്പത്താണ് ഇത്. പ്രതിരോധ ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാവുന്ന അപൂർവ ധാതുക്കളാണ് മണ്ണിൽ കിടക്കുന്നത്. അത് വെറുതെ കിടക്കുകയായിരുന്നു. അതങ്ങനെ വെറുതെ വാരിക്കൊണ്ട് പോവുകയാണ്. ആ വാരിക്കൊണ്ട് പോകുന്നതിന് നിസ്സാരമായ തുകയ്ക്കാണ്. പക്ഷെ അവരിത് പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കോടികളാണ്. അങ്ങനെ വെറുതെ കോടികൾ കിട്ടുകയാണ് ഒരാൾക്ക് വെറുതെ. ഇതിനകത്തിലെ 13% ഷെയർ ഈ CMRL-നകത്ത് നമ്മുടെ കേരള ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ടാണ് കേസ് വന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSIDCക്ക് 13% ഷെയർ ഉണ്ട്. സർക്കാർ ഷെയർ കൂടാണ് ഇത്. അതുകൊണ്ടാണ് ഇവരെല്ലാം രാഷ്ട്രീയക്കാരൊക്കെ ഉത്തരം പറയേണ്ടതായ സാഹചര്യങ്ങളിലേക്ക് വരുന്നതും അതുകൊണ്ടാണ്.
അപ്പൊ ഈ മണല് ഇയാൾക്ക് വെറുതെ കിട്ടുന്നു, വെറുതെ കിട്ടുന്ന വസ്തുക്കളിൽ നിന്ന് അയാൾ കോടികൾ വരുമാനം ഉണ്ടാക്കുന്നു. വരുമാനം ഉണ്ടാക്കുമ്പോൾ പരിസ്ഥിതി പ്രശ്നം വരും. അപ്പൊ അന്ന് പരിസ്ഥിതി വകുപ്പിന്റെ ചുമതല, അത്തരം ചുമതലകളൊക്കെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കായിരുന്നു, പിണറായി വിജയനായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സംശയം പിന്നീട് വന്നത്, എന്തിനാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് ഈ വെറുതെ തുക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിസ്ഥിതി വകുപ്പിന്റെ അനുമതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നോ ഈ കർത്തായി മാതിരി തുകകൾ കൊടുത്തത് എന്നാണ് സംശയം നിൽക്കുന്നത്. അപ്പൊ വെറുതെയാണ് അവര് പറയുന്നുണ്ട്, അവര് കമ്പനിയും പറയുന്നുണ്ട്, വീണാ വിജയനും പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു സേവനവും ചെയ്തിട്ടില്ല. അവരുടെ മൊഴി എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സേവനമൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ അവരുമായിട്ട് ചില എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഈവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ചില ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് വാറണ്ടി എന്നൊക്കെ പറയത്തില്ലേ, 3 വർഷത്തേക്ക് വാറണ്ടി, 3 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മെയിൻ്റെനൻസ് നടത്തി കൊടുക്കാമെന്ന് എന്നൊക്കെയുള്ള ന്യായമാണ് ഇപ്പൊ ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടറിയണം അത്തരം കാര്യങ്ങളൊക്കെ. എന്തായാലും സാർ നമുക്ക് വാങ്ങിച്ചിരിക്കുക. അതെ, ഏതായാലും സാർ നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകൾ, ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ വാദം കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു, ഡിവിഷൻ ബെഞ്ച് അത് കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന ദിനങ്ങളിൽ എങ്ങനെയായി തീരും ഈ പറയുന്ന കേസ് അന്വേഷണവും ഈ കേസ് അന്വേഷണത്തിന്റെ പിന്നെ എന്താ പറയുക നാൾ വഴികളും എന്ന് നമുക്ക് നോക്കാം. നന്ദി. താങ്ക് യു സാർ.